ഹലോ എക്സാമിനർ +2 ഫാമിലി. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ +2 ചാനലിൽ ഗംഭീരമായിട്ട് വൺ ഷോട്ടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വീക്കിൽ നടക്കാനുള്ള വൺ ഷോട്ടുകളുടെ ടൈം ടേബിൾ ആണ് നിങ്ങൾ ബാക്കിൽ കാണുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഷോട്ട് ഇന്നാണ് നടക്കാൻ പോകുന്നത്. അതായത് മൺഡേ വൈകുന്നേരം ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസിന്റെ വൺ ഷോട്ട് ആയിരിക്കും ഉണ്ടാവുക. എല്ലാവരും വരണം. ഈ സെക്കൻഡ് ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്ത പോലെ തന്നെ നമ്മൾ തീർക്കുന്നതായിരിക്കും. അതുകൂടാതെ വേറെ ഒരു ലൈവ് എന്താണ് മക്കളെ, നമ്മുടെ വേദ ബാച്ചിലെ അവസാനത്തെ ബാച്ച് ലോഞ്ചിന്റെ ഓറിയന്റേഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിനുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ബാച്ചിൽ ജോയിൻ ചെയ്തവർ എന്തായാലും പങ്കെടുക്കണം. കാരണം അതിലാണ് എങ്ങനെ ബാച്ച് ഉപയോഗിക്കണം, എങ്ങനെ പഠിക്കണം, എല്ലാ കാര്യങ്ങളും അവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അതുകൂടാതെ ഈ വീക്കിൽ കെമിസ്ട്രിയുടെ സൊല്യൂഷൻസ് പറഞ്ഞ ഫസ്റ്റ് ചാപ്റ്ററിന്റെ നീറ്റിന്റെ വൺ ഷോട്ട് ഉണ്ടാകുന്നതായിരിക്കും. സോ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ, നിങ്ങൾക്ക് അറിയാം എക്സാമിനറിന്റെ ഇതിന് മുൻപുള്ള ഫിസിക്സിന്റെയും ബയോളജിയുടെ ഒക്കെ നീറ്റിന്റെ വൺ ഷോട്ടിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിന്റെ നീറ്റ് വൺ ഷോട്ട് ഇപ്പോൾ 41 ചോദ്യങ്ങളാണ്. നിങ്ങൾ അതിൽ ടൈം ലൈൻ അടക്കം കൊടുത്തിട്ടുണ്ട്. 41 ചോദ്യങ്ങളാണ് ആ ഒരൊറ്റ ലൈവിൽ ചെയ്ത്. ആ 41 ചോദ്യങ്ങൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ സാർ, ഞാൻ നീറ്റിന് പ്രിപ്പയർ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരോട് എനിക്ക് സിമ്പിളായിട്ട് ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ളൂ. നിങ്ങൾ ആ നീറ്റ് ലൈവ് കണ്ടിട്ട് അതിൽ 41 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ചാപ്റ്ററിൻ്റെ? ചെയ്തില്ലെങ്കിൽ അത് ചെയ്തിട്ട് നിങ്ങൾ സംസാരിക്കാം. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവാൻ പോകുന്ന ഷെഡ്യൂള്. ഇത് കൂടാതെ നീറ്റിനും ജെയിനും പ്രിപ്പയർ ചെയ്യുന്നവർ നിങ്ങളുടെ +1 പോർഷൻസ് നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവില്ല. പഠിച്ചവരും തന്നെ പലരും മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് മക്കളെ. നമ്മുടെ +1 ചാനലിൻ്റെ ഷെഡ്യൂളാണ് നിങ്ങൾ ഈ ബാക്കിൽ കാണുന്നത്. ഇതിൽ വെറും വൺ ഷോട്ടുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് നോക്കിക്കേ, ട്യൂസ്ഡേ അതായത് നാളെ നടക്കാൻ പോകുന്ന നീറ്റിൻ്റെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ നീറ്റിന്റെ വൺ ഷോട്ട് വന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു മക്കളെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് നീറ്റിനൊന്ന് സീരിയസ് ആയിട്ട് പഠിക്കാത്തവരാണെങ്കിൽ നാളെ വരിക, ഒരൊറ്റ ലൈവിൽ നീറ്റിന് വേണ്ടി മാത്രം എടുക്കുന്ന വൺ ഷോട്ടാണ്. അപ്പോൾ അതിൽ മറ്റേ ബോർഡ് എക്സാമിന്റെ കാര്യങ്ങളൊന്നും പറയില്ല. അതിനുവേണ്ടി സെപ്പറേറ്റ് വൺ ഷോട്ട് ഓൾറെഡി കഴിഞ്ഞു. ഇതിൽ നീറ്റ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അതിൽ വന്നിരിക്കുക, അതിൽ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക. ധാരാളമാണ്. വീണ്ടും ഒരു 30-40 മേ ബി 40-50 ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഒറ്റ ലൈവിൽ കിട്ടും. എന്നിട്ട് നിങ്ങൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതേ ചാപ്റ്ററിന്റെ മക്കൾ എന്തുണ്ടാവും, ജെയ്യുടെ വൺ ഷോട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ +1 ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഓരോ വീക്കും ഇതുപോലെ നീറ്റിന്റെയും ജെയിന്റെ വൺ ഷോട്ടൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പം +2 പഠിക്കുന്ന കുട്ടികൾ, നീറ്റും ജെയും ടാർഗറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ +1 പോർഷൻസ് പഠിക്കാത്തവരോ അല്ല മറന്നുപോയവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ്, ഈ വൺ ഷോട്ട് ലൈവിലൂടെ നിങ്ങൾ പഠിച്ചെടുക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചാപ്റ്ററിന്റെ DPPs ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. നിങ്ങൾ +2 എക്സാമിനറിനെ കൂടെ ജോയിൻ ചെയ്ത് കുട്ടികളാണെങ്കിൽ നിങ്ങൾ +1 DPPs നിങ്ങൾക്ക് അൺലോക്ക് ചെയ്ത് തരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം, എക്സ്ട്രാ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. അല്ലാതെ ഫുൾ +1 ക്ലാസ് ഒന്നും കാണാനുള്ള സമയം നിങ്ങൾക്ക് എന്ത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് +2 പഠിക്കുന്നവർക്ക് ഉണ്ടാവില്ല. പക്ഷേ +2 ബാച്ചിൽ വേദ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കുന്നവർ +2 കണ്ടന്റെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. +1 നിങ്ങൾ വൺ ഷോട്ട് പ്ലസ് DPP ക്വസ്റ്റൻസ് ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്താൽ അല്ലെ പ്ലാൻ ചെയ്താൽ ബെസ്റ്റാണ്. നിങ്ങൾക്ക് അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ലൈവുകളിൽ വരിക. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും നീറ്റിനും ജെയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ. അതിങ്ങനെ മനസ്സിലൊരു ഡ്രീം ആയിട്ട് കൊണ്ട് നടന്നുകൊണ്ട് ആർക്കും ഗുണമില്ല. അത് ആക്ച്വലി ഇംപ്ലിമെന്റ് ചെയ്യുക. അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക, ഓരോ ചാപ്റ്ററും പഠിക്കുക, 19 ചോദ്യങ്ങളെങ്കിലും മിനിമം ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ് അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എല്ലാവരും എടുക്കാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് അടിച്ചു കയറി അങ്ങോട്ട് വരണം. അത്രമാത്രമേ മക്കളെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയാണ് നൽകിയെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.